അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ദുആയിലൂടെ പറയാറുണ്ട്, നമ്മുടെ വിഷമങ്ങൾ പറയാറുണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമാണോ അതോ മറ്റുള്ളവരെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതിന്റെ ഗുട്ടൻസ് എങ്ങനെയാണ്, നബി നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനം എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വഹാബാക്കളിൽ വല്ല തെറ്റുകളും കണ്ടപ്പോ നബി ആ വിഷയത്തിൽ എന്ത് ഉപദേശിച്ചു കൊടുത്തു എന്ന് നമുക്ക് നോക്കുക. മഹാനായ ഖുവൈസറത്തു തമീമി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടന്നു പോവുകയാണ്. അപ്പോൾ മഹാനായ ഖുവൈസറത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുആർക്കുകയാണ്, അല്ലാഹുമ്മർഹംനി അല്ലാഹുമ്മർഹംനി വർഹം മുഹമ്മദൻ വലാ തുശ്രിക് മഅനാ അഹദാ. അല്ലാഹുമ്മർഹംനി, എനിക്ക് നീ റഹ്മത്ത് ചെയ്യണേ, വർഹം മുഹമ്മദൻ, മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് ചെയ്യണേ, വലാ തുശ്രിക് മഅനാ അഹദാ, ഞങ്ങളോടുകൂടെ വേറെ ഒരാളെ നീ ഉൾപ്പെടുത്തല്ലേ. റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് മതി, വേറെ ആൾക്ക് നീ കൊടുക്കല്ലേ എന്ന് മഹാനായ ഖുവൈസറത്ത് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചുമലിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ലഖദ് ളയ്യഖത വാസിഅ യാ അഖൽ അറബ്, ഏ സഹോദര, വിശാലമായ ഒന്നിനെ നീ കുടുസാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, അമ്മിം അമ്മിം, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യൂ. ഫഇന്ന ബൈന ദുആഇൽ ആമി വൽ ഖാസി കമാ ബൈന സമാഇ വൽ അർദ്, പ്രത്യേകമായി ദുആർക്കുന്നതിന്റെയും എല്ലാവർക്കും ദുആർക്കുന്നതിന്റെയും ഇടയിൽ ആകാശ ഭൂമികളുടെ വിശാലതയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള ദുആയിനോടുകൂടെ നമ്മൾ മറ്റുള്ളവരെയും ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.